മികച്ച സംവിധായകനുള്ള അവാർഡ് ബ്ലസ്സിക്കാണ് ലഭിക്കുന്നത്. അടുത്തത് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ്. മികച്ച നവാഗത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് ഫാസിൽ റസാഖ് എന്ന വ്യക്തിക്കാണ്. ഫാസിൽ റസാഖ്. തടവ് എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഫാസിൽ റസാഖിന് ഈ അവാർഡ് ലഭിക്കുന്നത്. നമസ്കാരം. ഇന്ന് നമ്മൾ 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2023 പുറത്തിറങ്ങിയ 160ഓളം ചിത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കലാസൃഷ്ടികൾക്കും കലാകാരന്മാർക്കുമാണ് ഈ വർഷത്തെ പുരസ്കാരങ്ങൾ നൽകിയത്. അപ്പോൾ 54ാമത് ചലച്ചിത്ര പുരസ്കാരം. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്റെ പേര് അഖിൽ PC. എല്ലാവർക്കും എഡ്യൂസേജ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജ് സുകുമാരനെയാണ്. പൃഥ്വിരാജ് സുകുമാരനെയാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത്. ആടുജീവിതം എന്ന സിനിമയിലെ നജീബ് എന്ന കഥാപാത്രത്തിനാണ് പൃഥ്വിരാജിന് അവാർഡ് ലഭിച്ചത്. ആടുജീവിതം എന്ന നോവൽ എഴുതിയത് ബെന്യാമിനാണ്. അപ്പോൾ മികച്ച നടനുള്ള 3ാമത്തെ അവാർഡാണ് പൃഥ്വിരാജിന് ലഭിക്കുന്നത്. മികച്ച നടനുള്ള 3ാമത്തെ കേരള സംസ്ഥാന അവാർഡാണ് പൃഥ്വിരാജിന് ലഭിക്കുന്നത്. മമ്മൂട്ടിക്കും മോഹൻലാലിന് ശേഷമുള്ള മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച നായക നടനായിട്ട് പൃഥ്വിരാജ് മാറുകയാണ്. അപ്പം മികച്ച നടനായി പൃഥ്വിരാജിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അടുത്ത മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2 പേരെയാണ്. ഉർവശിയും വീണ ആർ ചന്ദ്രനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഉർവശിയെ തിരഞ്ഞെടുത്തത്. തടവ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് വീണ ആർ ചന്ദ്രനെ മികച്ച നടിയായി തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ അവാർഡ് 2 പേരായി പങ്കിടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ച നടിയാണ് ഉർവശി. ഏറ്റവും കൂടുതൽ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച നടിയാണ് ഉർവശി. 6 തവണയാണ് ഉർവശിക്ക് ഈ അവാർഡ് ലഭിക്കുന്നത്. അടുത്തത് മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാതൽ എന്ന സിനിമയാണ്. കാതൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാതൽ എന്ന സിനിമയാണ്. അതിന്റെ സംവിധായകന്റെ പേര് ജിയോ ബേബി എന്നാണ്. ജിയോ ബേബി. അടുത്തത് മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആടുജീവിതമാണ്. മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആടുജീവിതമാണ്. ആടുജീവിതത്തിന്റെ സംവിധായകന് നമുക്കറിയാം ബ്ലസ്സിയാണ്. ആടുജീവിതത്തിന്റെ സംവിധായകൻ ബ്ലസ്സിയാണ്. മികച്ച 2ാമത്തെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരട്ട എന്ന സിനിമയാണ്. ഇരട്ട. അപ്പൊ ഇരട്ട എന്ന ചിത്രമാണ് മികച്ച 2ാമത്തെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിന്റെ സംവിധായകന്റെ പേര് രോഹിത് MG എന്നാണ്. രോഹിത് MG. അടുത്തത് മികച്ച സംവിധായകനുള്ള അവാർഡ് ബ്ലസ്സിക്കാണ് ലഭിച്ചത്. ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി മികച്ച സംവിധായകനുള്ള അവാർഡ് ബ്ലസ്സിക്കാണ് ലഭിക്കുന്നത്. അടുത്തത് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ്. മികച്ച നവാഗത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് ഫാസിൽ റസാഖ് എന്ന വ്യക്തിക്കാണ്. ഫാസിൽ റസാഖ്. തടവ് എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഫാസിൽ റസാഖിന് ഈ അവാർഡ് ലഭിക്കുന്നത്. തടവ് എന്ന സിനിമയ്ക്കാണ് ഫാസിൽ റസാഖിന് ഈ അവാർഡ് ലഭിക്കുന്നത്. അടുത്തത് മികച്ച കഥാകൃത്തിനുള്ള അവാർഡാണ്. മികച്ച കഥാകൃത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആദർശ് സുകുമാരനാണ്. ആദർശ് സുകുമാരനാണ് ഈ അവാർഡ് ലഭിച്ചത്. കാതൽ എന്ന സിനിമയ്ക്ക് വേണ്ടി മികച്ച കഥാകൃത്തിന്റെ അവാർഡ് ആദർശ് സുകുമാരനാണ് ലഭിക്കുന്നത്. അടുത്തത് മികച്ച സ്വഭാവ നടൻ. വിജയരാഘവനാണ് മികച്ച സ്വഭാവ നടൻ എന്നുള്ള അവാർഡ് ലഭിക്കുന്നത്. വിജയരാഘവൻ. സിനിമ പൂക്കാലം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് വിജയരാഘവന് മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് ലഭിക്കുന്നത്. അടുത്തത് മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രനാണ്. ശ്രീഷ്മ ചന്ദ്രനാണ് മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് ലഭിക്കുന്നത്. പെമ്പളൈ ഒരുമൈ എന്ന സിനിമയ്ക്കാണ് ശ്രീഷ്മ ചന്ദ്രന് ഈ അവാർഡ് ലഭിച്ചത്. പെമ്പളൈ ഒരുമൈ. അടുത്തത് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡാണ്. മികച്ച പിന്നണി ഗായിക. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് ആൻ ആമി എന്ന വ്യക്തിക്കാണ് കിട്ടിയത്. ആൻ ആമി. പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയിലെ സംഗീതത്തിനാണ് മികച്ച പിന്നണി ഗായിക എന്നുള്ള അവാർഡ് ആനാമിക്ക് ലഭിക്കുന്നത്. അടുത്തത് പിന്നണി ഗായകനാണ്. മികച്ച പിന്നണി ഗായകൻ. മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് വിദ്യാധരൻ മാസ്റ്റർ എന്നാണ് ലഭിക്കുന്നത്. മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് വിദ്യാധരൻ മാസ്റ്ററിനാണ് ലഭിക്കുന്നത്. ജനനം 1947, പ്രണയം തുടരുന്നു എന്ന സിനിമയ്ക്കാണ് വിദ്യാധരൻ മാസ്റ്ററിന് മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിക്കുന്നത്. അടുത്തത് മികച്ച സംഗീത സംവിധായകനാണ്. മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ആണ്. ജസ്റ്റിൻ വർഗീസ്. ചാവേർ എന്ന സിനിമയ്ക്കാണ് ജസ്റ്റിൻ വർഗീസിന് ഈ അവാർഡ് ലഭിക്കുന്നത്. മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് ജസ്റ്റിൻ വർഗീസിനാണ്. ചാവേർ എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. അടുത്തത് മികച്ച ഗാനരചയിതാവ് എന്ന അവാർഡാണ്. മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ്
ഹരീഷ് മോഹനനാണ് ലഭിക്കുന്നത്. ഹരീഷ് മോഹനനാണ് മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് ലഭിക്കുന്നത്. ചാവേർ എന്ന സിനിമയിലെ ഗാനത്തിനാണ് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഹരീഷ് മോഹന് ലഭിച്ചത്. അടുത്തത് മികച്ച പശ്ചാത്തല സംഗീത സംവിധായകനുള്ള അവാർഡാണ്. മികച്ച പശ്ചാത്തല സംഗീത സംവിധായകനുള്ള അവാർഡ് മാത്യൂസ് പുളിക്കലിനാണ് ലഭിച്ചത്. മാത്യൂസ് പുളിക്കലിന് കാതൽ എന്ന സിനിമയ്ക്കാണ് ഈ അവാർഡ് ലഭിച്ചത്. കാതൽ എന്ന സിനിമയ്ക്കാണ് മാത്യൂസ് പുളിക്കലിന് മികച്ച പശ്ചാത്തല സംവിധായകൻ എന്ന അവാർഡ് ലഭിച്ചത്. അടുത്തത് മികച്ച ഛായാഗ്രഹകനാണ്. സുനിൽ KS-നാണ് ആടുജീവിതം എന്ന സിനിമയ്ക്കായിട്ട് മികച്ച ഛായാഗ്രഹകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. മികച്ച ഛായാഗ്രഹകനുള്ള അവാർഡ് സുനിൽ KS-നാണ് ലഭിച്ചത്. അടുത്തത് മികച്ച ബാലതാരമാണ്. തെന്നൽ അഭിലാഷിനാണ് മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് ലഭിച്ചത്. ശേഷം മൈക്കൽ ഫാത്തിമ എന്ന സിനിമയ്ക്കാണ് തെന്നൽ അഭിലാഷിന് ഈ അവാർഡ് ലഭിക്കുന്നത്. ഇപ്പൊ മികച്ച ബാലതാരം തെന്നൽ അഭിലാഷാണ്. അടുത്തത് മികച്ച സിങ്ക് സൗണ്ടിനുള്ള അവാർഡാണ്. മികച്ച സിങ്ക് സൗണ്ടിനുള്ള അവാർഡ് ഷമീർ അഹമ്മദിനാണ് ലഭിക്കുന്നത്. ഷമീർ അഹമ്മദിനാണ് മികച്ച സിങ്ക് സൗണ്ടിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത്. ഓ ബേബി എന്ന സിനിമയ്ക്കാണ് ഷമീർ അഹമ്മദിന് ഈ അവാർഡ് ലഭിക്കുന്നത്. അടുത്തത് മികച്ച തിരക്കഥയാണ്. മികച്ച തിരക്കഥ രോഹിത് MG കൃഷ്ണനാണ് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ലഭിക്കുന്നത്. മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് രോഹിത് MG കൃഷ്ണനാണ്. ഇരട്ട എന്ന സിനിമയ്ക്കാണ് രോഹിത്തിന് ഈ അവാർഡ് ലഭിക്കുന്നത്. ഇരട്ട എന്ന സിനിമയ്ക്കുള്ള തിരക്കഥ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡാണ് രോഹിത് MG കൃഷ്ണന് ലഭിക്കുന്നത്. അടുത്തത് മികച്ച അവലംബിത തിരക്കഥ. മികച്ച അവലംബിത തിരക്കഥ ബ്ലെസിക്കാണ് മികച്ച അവലംബിത തിരക്കഥ എന്ന അവാർഡ് ലഭിക്കുന്നത്. ആടുജീവിതം എന്ന സിനിമയ്ക്കാണ് ബ്ലെസിക്ക് മികച്ച അവലംബിത തിരക്കഥ എന്ന കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. അടുത്തത് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് രഞ്ജിത്ത് അമ്പാടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. രഞ്ജിത്ത് അമ്പാടി ആടുജീവിതം എന്ന സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പൊ ആടുജീവിതം എന്ന സിനിമയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്ന രഞ്ജിത്ത് അമ്പാടിക്കാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മേക്കപ്പ് ആർട്ടിസ്റ്റ് ലഭിച്ചത്. അടുത്തത് മികച്ച പ്രോസസിംഗ് ലാബ് അല്ലെങ്കിൽ കളറിസ്റ്റ് വൈശാഖ് ശിവഗണേഷിനാണ് ലഭിക്കുന്നത്. വൈശാഖ് ശിവഗണേഷ്, അതും ആടുജീവിതം എന്ന സിനിമയ്ക്കാണ് വൈശാഖ് ഗണേഷ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഫെമിന ജബ്ബാറിനാണ് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള അവാർഡ് ലഭിക്കുന്നത്. ഓ ബേബി എന്ന സിനിമയ്ക്കാണ് ഫെമിന ജബ്ബാറിന് ഈ അവാർഡ് ലഭിക്കുന്നത്. ഓ ബേബി എന്ന ചലച്ചിത്രം. അടുത്തത് മികച്ച ഡബ്ബിങ്ങിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആർക്കാണ് ലഭിച്ചത്? മികച്ച ഡബ്ബിങ്ങിനുള്ള അവാർഡ് റോഷൻ മാത്യുവിനാണ് ലഭിക്കുന്നത്. റോഷൻ മാത്യു. ഉള്ളൊഴുക്ക്, വാലാട്ടി എന്ന സിനിമകൾക്കാണ് റോഷൻ മാത്യുവിന് മികച്ച ഡബ്ബിംഗ് എന്നുള്ള അവാർഡ് ലഭിക്കുന്നത്. അടുത്തത് മികച്ച ശബ്ദ മിശ്രണം റസൂൽ പൂക്കുട്ടിക്കും ശരത് മോഹനും കൂടിയാണ് ഈ അവാർഡ് ലഭിക്കുന്നത്. മികച്ച ശബ്ദ മിശ്രണത്തിനുള്ള അവാർഡ് റസൂൽ പൂക്കുട്ടിക്കും ശരത് മോഹനും കൂടിയാണ് അവാർഡ് ലഭിക്കുന്നത്. അതും ആടുജീവിതം എന്ന സിനിമയ്ക്കാണ് ഈ രണ്ടു പേർക്കും അവാർഡ് ലഭിച്ചത്. അടുത്തത് മികച്ച എഡിറ്ററിനുള്ള അവാർഡാണ്. മികച്ച എഡിറ്ററിനുള്ള അവാർഡ് സംഗീത് പ്രതാപിനാണ് ലഭിക്കുന്നത്. സംഗീത് പ്രതാപ്. ലിറ്റിൽ മിസ് റാവുത്തർ എന്ന സിനിമയ്ക്കാണ് സംഗീത് പ്രതാപിന് ഈ അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ മികച്ച എഡിറ്ററിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് സംഗീത് പ്രതാപിനാണ്. അടുത്തത് മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിലെ മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ എന്ന ഗ്രന്ഥത്തിനാണ് മികച്ച ചലച്ചിത്ര ഗ്രന്ഥം എന്നുള്ള അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ ഈ ഗ്രന്ഥം എഴുതിയത് കിഷോർ കുമാറാണ്. അപ്പൊ ഈ ഗ്രന്ഥം എഴുതിയത് കിഷോർ കുമാർ. അടുത്തത് പ്രത്യേക ജൂറി പരാമർശമാണ്. പ്രത്യേക ജൂറി പരാമർശം രണ്ടു പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് KR ഗോകുൽ. ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് KR ഗോകുലിന് പ്രത്യേക ജൂറി പരാമർശം ലഭിക്കുന്നത്. അടുത്തത് കാതൽ എന്ന സിനിമയിൽ വർക്ക് ചെയ്ത സുധി കോഴിക്കോടിനാണ് അടുത്ത പ്രത്യേക ജൂറി പരാമർശം ലഭിക്കുന്നത്. അപ്പം 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ സ്ത്രീ ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗങ്ങളിലെ പ്രത്യേക പുരസ്കാരം ലഭിച്ചത് ശാലിനി ഉഷ ദേവി എന്ന വ്യക്തിക്കാണ്. എന്നെന്ന് വന്ന സിനിമയുടെ ഡയറക്ടറാണ് ശാലിനി ഉഷ ദേവി. എന്നെന്ന് വന്ന സിനിമയ്ക്കാണ് ശാലിനി ഉഷ ദേവിക്ക് ഈ അവാർഡ്
ലഭിച്ചത് എന്നെന്നും എന്ന സിനിമ. പിന്നെ 54ാമത് ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ എടുത്തു പറയാനുള്ള കാര്യം ആടുജീവിതം എന്ന സിനിമയ്ക്ക് 9 പുരസ്കാരങ്ങൾ ലഭിച്ചു. ആടുജീവിതം എന്ന സിനിമയ്ക്ക് 9 പുരസ്കാരങ്ങൾ ലഭിച്ചു. അപ്പോ 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിലെ ജൂറിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജൂറിയുടെ അധ്യക്ഷനായിരുന്നു സുധീർ മിശ്ര. അംഗങ്ങൾ, ജൂറി അംഗങ്ങൾ ലിജോ ജോസ് പെല്ലിശ്ശേരി, NS മാധവൻ, ആൻ അഗസ്റ്റിൻ, ശ്രീവത്സൻ ജെ മേനോൻ എന്നിവരാണ് 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ ജൂറിയായിട്ട് ഇരുന്നത്. അപ്പോ 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. 2023 ഇറങ്ങിയ 160ഓളം ചിത്രങ്ങളിൽ നിന്നാണ് ഈ അവാർഡുകള് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.